ഹായ് ഗായ്സ്. അപ്പോൾ ഇന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വാൾപേപ്പർ എന്നെ റെഗുലറായിട്ട് ഫോളോ ചെയ്യുന്നവർ കണ്ടിട്ടുണ്ടാവും. എൻ്റെ ലാപ്പിലെയും ഫോണിലെയും വാൾപേപ്പറാണിത്. അപ്പോൾ ഞാൻ ഇതെങ്ങനെയാണ് ചെയ്തത്, എന്താണിത് എന്നതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു വീഡിയോ ആണിത്. സോ എന്ത് ചെയ്യുക, എൻഡ് വരെ വാച്ച് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന വാൾപേപ്പർ എന്ന് പറയുന്നത് എൻ്റെ വിഷൻ ബോർഡാണ്. ഗോൾസിനെ അച്ചീവ് ചെയ്യാൻ ലോ ഓഫ് അട്രാക്ഷൻ, അതുപോലെ മാനിഫെസ്റ്റേഷൻ, സ്ക്രിബ്ലിംഗ്, അതുപോലെ വിഷ്വലൈസേഷൻ, ഇങ്ങനെ പല പല കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അത് മുൻപും പല സ്കോളേഴ്സും അതുപോലെ തന്നെ ഇപ്പോഴും നല്ല റെലവൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണത്. അതിനെക്കുറിച്ച് പലരും നല്ല അറിവുള്ളവർ നല്ല രീതിയിൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ എങ്ങനെ യൂസ് ചെയ്യുന്നു, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എങ്ങനെയാണ്, അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഈ ഒരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്തത്, അതിനെക്കുറിച്ചൊക്കെയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതിനു മുൻപ് വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുൻപ് എന്താണ് വിഷൻ ബോർഡ് എന്ന് അറിയണം. വിഷൻ ബോർഡ് എന്ന് പറയുന്നത് ഒരാളുടെ ആഗ്രഹം. അപ്പോൾ എൻ്റെ ആഗ്രഹങ്ങൾ, അതായത് നമ്മളുടെ ഒരു ഡ്രീം ലൈഫ് കാണുമല്ലോ, പ്രസൻറ്റ് ലൈഫിൽ നിന്നും എന്തൊക്കെ ചേഞ്ചസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എനിക്കൊരു പുതിയ കാറ് വാങ്ങണം, ഒരു വീട് വെക്കണം, ഒരു ജോലി, ഇതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളായിരിക്കും. ആ ആഗ്രഹങ്ങളെയൊക്കെ ഒരു ലോങ് ടേം ഗോളായിട്ട് വിഷ്വലൈസ് ചെയ്യാൻ പാകത്തിന് നമ്മൾക്ക് വേണ്ട ടെംപ്ലേറ്റ്സ് ഒക്കെ യൂസ് ചെയ്ത് ഒരു വാൾപേപ്പർ അല്ലെങ്കിൽ ഒരു പ്ലാനറിൽ സെറ്റ് ചെയ്ത് വെക്കുന്ന ഒരു ടെക്നിക്കിനെയാണ് വിഷൻ ബോർഡ് എന്ന് പറയുന്നത്. അത് എന്നും കാണാൻ പാകത്തിന്, എന്നും കാണുമ്പോൾ അത് നമ്മളുടെ മൈൻഡ് അതിനെ അംഗീകരിക്കുകയും നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് റിയൽ ലൈഫുമായിട്ട് അതിനെ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് നമുക്ക് ആ ഒരു ഗോള് അച്ചീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു വിഷൻ ബോർഡിൻ്റെ ആ ഒരു സയൻസ് പറയുന്നത്. ഇതൊരു പർട്ടിക്കുലർ റിലീജിയനോ, അതായത് ഹിന്ദുസ് ചെയ്യുന്നതോ അങ്ങനെയൊന്നുമല്ല, എല്ലാ റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാർക്കും ചെയ്യാം. കാരണം ഇതെന്ന് പറയുന്നത് നമ്മളുടെ യൂണിവേഴ്സുമായിട്ട്, നമ്മളുടെ എനർജിയും യൂണിവേഴ്സും തമ്മിലുള്ള ആ ഒരു കോർഡിനേഷൻ വരുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. ഇത് പലരും ചെയ്തും അതുപോലെ തന്നെ സയൻറ്റിഫിക് ആയിട്ടും പ്രൂവൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് വിഷൻ ബോർഡും അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷനും ഒക്കെ. എങ്ങനെ ഒരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നമ്മൾക്ക് പറയാം. ഓക്കെ, വിഷൻ ബോർഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത് ഓടിപ്പോയി പെട്ടെന്ന് കുറേ അവിടെ നിന്ന് ഇവിടെ നിന്ന് കിട്ടുന്ന കുറേ ഫോട്ടോസ് എടുത്ത് ഒട്ടിച്ച് ഒരു ബോർഡാക്കുക, അങ്ങനെയല്ല. ഓക്കെ, നിങ്ങൾ ഒരിടത്ത് കാമായിട്ടിരിക്കുന്ന, അതായത് വേറെ ബഹളങ്ങളോ കോലാഹലങ്ങളോ ഒന്നുമില്ലാത്ത ഒരിടത്തിരിക്കുക. ദെൻ തിങ്ക് അബൌട്ട് യുവർ സെൽഫ്. നിങ്ങളുടെ ഗോൾ എന്താണ്? ഞാൻ എനിക്ക് കുറേ ആഗ്രഹങ്ങൾ കാണും ഇല്ലേ? ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യന്മാർ കാണില്ല. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്? എനിക്ക് എന്തൊക്കെ വേണം? എനിക്ക് ചിലപ്പോൾ നല്ല ഒരു ഹെൽത്ത് വേണം. അതുപോലെ തന്നെ ഇപ്പോൾ വണ്ണം ഉള്ളവർക്കാണെങ്കിൽ വണ്ണം കുറയ്ക്കണം എന്നായിരിക്കും ആഗ്രഹം. വണ്ണം ഇല്ലാത്തവർക്ക് കൂട്ടണം. അങ്ങനെയുള്ള നമുക്ക് ഓരോ ആഗ്രഹങ്ങൾ കാണും. ഓക്കെ, സാധാരണ വിഷൻ ബോർഡ് എന്ന് പറയുന്നത് ഒരു ഇയറിലോട്ടാണ് ചെയ്യുന്നത്. എന്നിരുന്നാലും കുഴപ്പമില്ല, ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്താലും അത് നല്ലൊരു കാര്യം തന്നെയാണ്. ബട്ട് മെയിനായിട്ടും ഉള്ള കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ വിശ്വാസം വേണം. വിശ്വാസമില്ലാതെ ചുമ്മാ തമാശയ്ക്ക് വേണ്ടി ഒരിക്കലും ചെയ്യരുത്. ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനെ പൂർണ്ണമായും ഉൾക്കൊണ്ടിട്ട് വേണം ചെയ്യാൻ. ദെൻ എന്ത് ചെയ്യുക, നിങ്ങളൊരിടത്ത് സൈലൻ്റായിട്ട് ഇരിക്കുക. ദെൻ തിങ്ക് ചെയ്യുക, എന്താണ് എനിക്ക് വേണ്ടത്, എൻ്റെ ഹെൽത്തിനെ സംബന്ധിച്ച് എനിക്ക് എന്ത് മാറ്റങ്ങളാണ് വേണ്ടത്, അതുപോലെ തന്നെ എൻ്റെ ലൈഫ് സ്റ്റൈലിൽ എന്ത് ചേഞ്ചാണ് വേണ്ടത്, എൻ്റെ ഫിനാൻഷ്യൽ കണ്ടീഷനിൽ എന്ത് ചേഞ്ചാണ് എനിക്ക് വേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം ചിന്തിക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, അത് ഒരു വൈറ്റ് പേപ്പറിൽ എഴുതുകയോ അതല്ലെങ്കിൽ മനസ്സിൽ ചിന്തിക്കുകയോ ചെയ്താൽ മതി. ദെൻ എന്ത് ചെയ്യുക, അതിന് പറ്റിയ ടെംപ്ലേറ്റ്സ് നിങ്ങൾ പിൻട്രസ്റ്റിൽ നിന്നോ അതുപോലെ ഗൂഗിളിൽ നിന്നോ എവിടെ നിന്ന് വേണമെങ്കിലും സെർച്ച് ചെയ്യാം. ഞാൻ പിൻട്രസ്റ്റിൽ നിന്നാണ് എടുത്തത്. ദെൻ ഇപ്പോൾ ഞാനൊരു ആസ്പിരൻ്റ് ആണ്. അപ്പോൾ എൻ്റെ ലക്ഷ്യം ജോബാണ്. സോ ബാങ്ക് ജോബ് എന്നും പറഞ്ഞ് ഞാൻ ഇതുപോലെ പിൻട്രസ്റ്റിൽ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ ടെംപ്ലേറ്റ്സ് അതെടുക്കുന്നു. ദെൻ അതിൽ നിന്നും അത് ഞാനൊരു വീഡിയോ റെപ്രസെൻറ്റേഷൻ കാണിച്ചു തരാം. ദെൻ അതിന് വേണ്ട 2 ആപ്സ് എന്ന് പറയുന്നത് ഒന്ന് ക്യാൻവയും ദെൻ രണ്ടാമത്തെ പിൻട്രസ്റ്റുമാണ്. സോ ആദ്യം പിൻട്രസ്റ്റിൽ പോവുക. പിൻട്രസ്റ്റിൽ പോയിട്ട് എന്താണ് നിങ്ങളുടെ ഗോൾ. ഓക്കെ, ഒരു ജോബ് നോക്കുന്ന ഒരാളാണെങ്കിൽ ദെൻ ഓക്കെ ഒരു ബാങ്ക് ജോബാണെന്ന് വെച്ചു. സോ ബാങ്ക് ജോബ് എന്ന് സെർച്ച് ചെയ്യുക. സോ അവിടെ നിങ്ങൾക്ക് കിട്ടും. നോക്ക്, SBI എന്ന് കിട്ടി. ദെൻ ഇതെന്ത് ചെയ്യുക, സേവ് ചെയ്യുക, ഡൗൺലോഡ് ഇമേജ് കൊടുക്കുക, അത് ഡൗൺലോഡ് ചെയ്യുക. ദെൻ അതുപോലെ തന്നെ
ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പോൾ എസ് ബി ഐ തന്നെ ഫോക്കസ് ചെയ്യണമെന്നില്ല, വേറെയും ബാങ്ക്സ് ഉണ്ടല്ലോ. ഓക്കെ, ദെൻ ആർ ബി എടുക്കുക, ദെൻ ഡൗൺലോഡ് ചെയ്യുക. ദെൻ എന്ത് ചെയ്യുക, ഇതുപോലുള്ള കുറേ ഫോട്ടോസ് എടുക്കുക. നിങ്ങളുടെ ഗോൾസ് ആയിട്ടുള്ള വേറെ എന്താണ് ഫിറ്റ്നസ്സിനെ സംബന്ധിച്ച് എന്താണെങ്കിലും നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ വേണം. ഓക്കെ, ഇപ്പോൾ ഐ ഷുഡ് ബി ഫിറ്റ് ബൈ ദിസ് ഇയർ എന്നല്ല എഴുതേണ്ടത്. അതിന് പകരം നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു ക്ലിയർ കട്ട് ഐഡിയ വേണം. എന്താണ്, വണ്ണം കുറയ്ക്കാനാണോ, വണ്ണം കൂട്ടാനാണോ, അതുപോലെ തന്നെ സ്കിൻ ഗ്ലോ ചെയ്യാനാണോ, ദെൻ ഫിനാൻഷ്യൽ കണ്ടീഷൻ എങ്ങനെ ആയിരിക്കണം, അതിനെക്കുറിച്ചൊക്കെ നല്ലൊരു ധാരണ ഉണ്ടായിട്ട് വേണം എന്ത് ചെയ്യാൻ, ഇതുപോലെ സെർച്ച് ചെയ്ത് ഓരോ ടേംസ് എടുക്കാൻ. ദെൻ ഗോ ടു ക്യാൻവയിൽ പോവുകയാണെങ്കിൽ ഓക്കെ, ടെംപ്ലേറ്റ്സിൽ വിഷൻ ബോർഡ് എന്ന് കൊടുക്കുക. ദെൻ കണ്ടോ, ഇവിടെ നമുക്ക് ധാരാളം ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. ഓക്കെ, ഞാൻ ചെയ്തത് ഇതായിരുന്നു. ദെൻ ഓക്കെ, ആ ഒരു ഇയർ കൊടുക്കുക, 2025 അതായിരിക്കണം നമ്മുടെ ടാർഗറ്റ് ഇയർ. അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഗോൾ എന്ന് പറയുന്നത് ഒരു വർഷം കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണോ, അങ്ങനെയുള്ളതും നോക്കുക. ദെൻ എന്ത് ചെയ്യുക, ഇവിടെ ഓരോന്നും എന്താണ് ഫൈനാൻസിനോട് നമ്മൾ എന്ത് ചെയ്യുക, ഇത് റീപ്ലേസ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ എടുത്ത ഫോട്ടോ ഏതിൻ്റെ ആയിരുന്നു, ഓക്കെ, ഇങ്ങനെ എന്ത് ചെയ്യുക, റീപ്ലേസ് ചെയ്യുക. അങ്ങനെ ഇത് റീപ്ലേസ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഒരു A4 സൈസ് ഷീറ്റിൽ പ്രിൻ്റ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്തിട്ട് ഒന്നെങ്കിൽ അത് വലിയൊരു പേപ്പറിൽ പ്രിൻ്റ് ചെയ്തിട്ട് വോളിൽ സ്റ്റിക്ക് ചെയ്യുകയോ, അതല്ല എങ്കിൽ എനിക്ക് വോളിൽ സ്റ്റിക്ക് ചെയ്യുന്ന വലിയ താല്പര്യമില്ലായിരുന്നു. സോ ഞാൻ അതുകൊണ്ട് ഫോണിൻ്റെ വാൾപേപ്പർ ആക്കുകയാണ് ചെയ്തത്. അത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. അത് എപ്പോഴും കാണുന്ന ഒരു സ്ഥലത്താവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ആ ഒരു വിഷൻ ബോർഡ് നിങ്ങൾ കാണുമ്പോൾ അതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കാനും ശ്രമിക്കണം. ഓക്കെ, ഓരോ ഫോട്ടോസ് കാണുമ്പോഴും അത് എന്താണ്, നമ്മൾ ആ ഒരു വിഷ്വൽസ് മൈൻഡിൽ കൂടെ തന്നെ പോകണം. ഓക്കെ, ഇപ്പോൾ എന്താണ് ഞാൻ വണ്ണം വെക്കുന്നതായിട്ട്, അതല്ലെങ്കിൽ ഞാൻ വണ്ണം കുറഞ്ഞ് നല്ല ബ്യൂട്ടി ആവുന്നതായിട്ട്, അങ്ങനെ എന്ത് ചെയ്യുക, അങ്ങനെ വിഷ്വലൈസ് ചെയ്യാനും കൂടെ ശ്രമിക്കുക. സോ ഇതാണ് വിഷൻ ബോർഡിനെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ. നിങ്ങൾക്കിത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.